പിന്നെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഭയങ്കര സംഭവമായിട്ട് യൂറോപ്പിൽ നിന്ന് സോറി പിന്നെ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള പല ടീം അംഗങ്ങളും ആ രീതിയിലാണ് എയർപോർട്ടിലടക്കം വളരെ സോമാലിയ എന്നുള്ളൊരു എന്ന് പറയുന്ന ഒരു പിന്നെ ഫിഫ അംഗീകരിച്ച അദ്ദേഹം ശരിക്കും സോമാലിയ എന്ന് വരുന്നത് സോമാലിയയിലുള്ള ഫിഫയുടെ ഒഫീഷ്യൽ മാച്ചുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു റഫറിയാണ്. ഫിഫയുടെ എല്ലാ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരാൾ. ഈവൻ US വിസയോട് കൂടിയിട്ട് മിയാമി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് കുറേ ഇഷ്യൂസ് ഉണ്ട്. ഒന്നാമത് അവിടെ എന്തൊക്കെയോ സോമാലിയ ബാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഫിഫ അംഗീകരിച്ച ഒരാൾ ശരിക്കും അവിടെ വരുമ്പം ശരിക്കും ഫിഫ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷെ അതും ഭയങ്കര ഒരു എന്താ പറയുക നല്ല രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയായി മാറിയെന്നുള്ളതാണ്. പിന്നെ ചില ടീമിനോട് മാച്ച് കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക നിൽക്കരുത്, പെട്ടെന്ന് മാച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ തിരിച്ചു പോകണം എന്നുള്ള. അതിൻ്റെ ഒപ്പം വേറെ സംഗതി കൂടി ഉണ്ടായിരുന്നു. ഈ പിന്നെ 3 രാജ്യങ്ങളിലും പല ടീമുകൾക്കും പല രാജ്യങ്ങളിലാണല്ലോ കളി വന്നിട്ടുള്ളത്. അതിൽ ഈ മെക്സിക്കോയിലൊക്കെ വന്ന് ഇറങ്ങിയിട്ടുള്ള ക്ലബ്ബുകൾക്ക് അവിടുത്തെ ആരാധകരും പിന്നെ ഫുട്ബോൾ പ്രേമികളൊക്കെ ഭയങ്കര സ്വീകരണം, അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. പക്ഷേ അമേരിക്കയിൽ ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക ക്ലബ്ബുകളും രാജ്യങ്ങളും ഭയങ്കര ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവരെ കിറ്റ് അടക്കം ഇവരെ ഷൂ അടക്കം ഇവർ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇവർ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്നത്. ഒരു ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഫിഫക്കും ആ ടോട്ടൽ ഓഫ് കൺട്രോളിൻ്റെ ഒരു 80-90% ഫിഫക്ക് ആയിരിക്കണം എന്നുള്ളത് ഖത്തർ വേൾഡ് കപ്പ് അങ്ങനെ തന്നെ പ്രൂവ് ചെയ്തത്. പക്ഷേ ഈ വേൾഡ് കപ്പ് വന്നപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക ഒരു കോർപ്പറേറ്റ് ഒരു ലോബി ശരിക്കും വർക്ക് ചെയ്യുന്ന പോലെയാണ് ഇപ്പം നിലവിൽ വേൾഡ് കപ്പിൻ്റെ മാനേജ്മെൻറ്റ് കാര്യമായിട്ട് പറഞ്ഞത്. കളികളൊക്കെ എല്ലാ വേൾഡ് കപ്പിലുള്ള പോലെ തന്നെ പല അട്ടിമറികളും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടാണ് പോയി. പക്ഷേ ഈ കളി ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുപരി നമ്മൾ അധികം ശ്രദ്ധ ആകർഷിക്കാത്ത, പ്രത്യേകിച്ച് നമ്മളെ ഒരു കേരളത്തിന്റെ അല്ലെങ്കിൽ മലബാറിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഫാൻസുകൾ കുറവുള്ള രാജ്യങ്ങളാണ് ഈ കോങ്കോ, അതേപോലെ അങ്ങനത്തെ സെനഗലി, അങ്ങനത്തെ കുറെ രാജ്യങ്ങളാണ് നിലവിൽ. അതും സ്പെയിനും പിന്നെ പോർച്ചുഗലൊക്കെ പോലത്തെ ടീമുകളെ സമനിലയിൽ കുരുക്കിയിട്ടൊക്കെയാണ് അവർ വേൾഡ് കപ്പ് തുടങ്ങിയിട്ടുള്ളത്. ഇനി എങ്ങനെ ആവുന്നുള്ളത് അറിയില്ല. അതിന്റെ തുടക്കം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ടീമുകൾ മികച്ചു കളിച്ചു, സ്കോർ ചെയ്തു. അത് ഒരു ശ്രദ്ധയാകും. പ്രത്യേകിച്ച് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരുവിധം ടീമുകളൊക്കെ നല്ല പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് മൊറോക്കോ ഒക്കെ കളിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് ഫേവറേറ്റ്സ് ആവാനുള്ള തരത്തിലുള്ള ആ ലെവലിലുള്ള കളിയാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയൊക്കെ ബ്രസീലിനൊക്കെ കളിച്ച കളി അത്രയും വലിയൊരു രാജ്യത്തിന് ഒരു 1-1 തളച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രൂപത്തിലുള്ള കളി. കഴിഞ്ഞ 2022 വേൾഡ് കപ്പിലും സെമി ഫൈനലാണ് അവർ പുറത്തു വന്നത്. അഥവാ പോർച്ചുഗലിനെയും സ്പെയിനെയും പുറത്താക്കിയിട്ടാണ് അവർ പ്രതീക്ഷകൾക്ക്. അതെ എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ ആദ്യ കളികൾ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി കളികൾ ഇനി നടക്കാനിരിക്കുന്നുണ്ട്. എല്ലാം പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മൾ കാണുന്നത്.